കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം വെളിപ്പെടുത്തി മുതിർന്ന നേതാവ് കെ വി തോമസിന്റെ പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലാണ് വിവാദം ചൂടുപിടിച്ചത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് സീറ്റ് നൽകാൻ സോണിയാഗാന്ധി താല്പര്യമെടുക്കാതിരുന്നതാണ് ഈ ഭിന്നതയ്ക്ക് പ്രധാന കാരണമെന്നാണ് തോമസ് തന്റെ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത്. മകൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ കരുണാകരനുണ്ടായ കടുത്ത അമർഷമാണ് പിന്നീട് ഹൈക്കമാൻഡുമായി ഉണ്ടായ പരസ്യമായ അകൽച്ചയിലേക്ക് നയിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. 2001 കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായി അവരറിയാതെ പത്മജിയുടെ പേര് കരുണാകരൻ എഴുതി ചേർത്തു. എന്നാൽ കോൺഗ്രസിലെ മറുപക്ഷം ഇത് കണ്ടുപിടിക്കുകയും സോണിയയെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതോടെ കരുണാകരനോട് സോണിയ ദേഷ്യപ്പെട്ടെന്നും കെ വി തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് പത്മജിയുടെ പേര് വെട്ടിയതെന്നും ഇതാണ് കരുണാകരനും സോണിയയും തമ്മിൽ അകലാൻ കാരണമെന്നുമാണ് പുസ്തകം പറയുന്നത്. എന്നാൽ കെ വി തോമസ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നതൊക്കെ തെറ്റാണെന്നാണ് BJP നേതാവ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. കെ കരുണാകരനെ പറയാൻ അദ്ദേഹമായിട്ടില്ലെന്നും അതിന് 10 ജന്മം ജനിച്ചു വരണമെന്നുമാണ് പത്മജ പറയുന്നത്. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ കെ വി തോമസ് എന്നുള്ള ചരിത്രം അദ്ദേഹം ഒന്ന് ഓർത്താൽ കൊള്ളാമെന്നാണ് പത്മജ പറയുന്നത്. ഇവിടുത്തെ ആളുകളെ സഹിക്കാൻ പറ്റാതെയാണ് പാർട്ടി വിട്ടുപോയതെന്നും ഈ മനുഷ്യൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പഴയ ചരിത്രങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയുമെന്നും അതയാൾ കേൾക്കേണ്ടി വരുമെന്നും പത്മജ പറയുന്നുണ്ട്. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കുമ്പളങ്ങിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. താൻ ചാലക്കുടിയിൽ മത്സരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നുവെന്നും താൻ തന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് അന്ന് പിന്മാറിയതെന്നും പത്മജ വ്യക്തമാക്കി. മരിച്ചുപോയ കരുണാകരനെ കുറ്റപ്പെടുത്തുന്ന കെ വി തോമസ് നന്ദിയില്ലാത്തയാളാണെന്നും അവർ പറയുന്നുണ്ട്. 2001 കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കുന്നതിനോടും സോണിയാഗാന്ധിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അന്നത്തെ UDF സർക്കാർ സുഗമമായി മുന്നോട്ടു പോകണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ ഈ തീരുമാനത്തിന് വഴങ്ങിയത്. ഹൈക്കമാൻഡിനെ എതിർത്ത് കോടോത്ത് ഗോവിന്ദൻ നായരെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് കരുണാകരനും സോണിയയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. ഈ അന്തരം പിന്നീട് ഒരിക്കലും കുറയ്ക്കാൻ കഴിഞ്ഞതുമില്ലെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് കോൺഗ്രസ് മന്ത്രിമാർ ഫയലുകളുമായി കരുണാകരന്റെ വീട്ടിലെത്തുന്ന പതിവുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് കരുതി താൻ ഇതിനെ ശക്തമായി എതിർത്തിരുന്നതായും വേണമെങ്കിൽ രാജിവെക്കാമെന്ന് കരുണാകരനെ അറിയിച്ചിരുന്നതായും കെ വി തോമസ് പറയുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും കരുണാകരനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണവും പുസ്തകത്തിലുണ്ട്. നരസിംഹറാവുവിനെ PM എന്നോ പേരോ വിളിക്കാൻ കരുണാകരൻ തയ്യാറായിരുന്നില്ല. PV എന്ന് മാത്രമാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത്. ഈ വിളിയോട് നരസിംഹറാവുവിന് കടുത്ത അസ്വസ്ഥതയുണ്ടായിരുന്നുവെന്നും കെ വി തോമസിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. 4 പതിറ്റാണ്ടോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകൾ അറിഞ്ഞിരുന്ന കെ വി തോമസ് നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഫ്രഞ്ച് ചാരക്കേസ് അടക്കമുള്ള വിഷയങ്ങളിലും തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കുമ്പളങ്ങി മുതൽ ചെങ്കോട്ട വരെ എന്ന ആത്മകഥയിലെ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ കോൺഗ്രസ് എന്ന തകർന്നടിഞ്ഞ വീടിന്റെ ഉള്ളറകളിലെ ദുർഗന്ധമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരു വശത്ത് ആദർശം പ്രസംഗിക്കുകയും മറുവശത്ത് ഗ്രൂപ്പ് പോരിനായി ഹൈക്കമാൻഡിനെ പോലും കബളിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളുടെ തനി നിറമാണ് പുസ്തകത്തിലൂടെ വെളിപ്പെടുന്നത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മകൾ പത്മജ വേണുഗോപാലിന് വേണ്ടി കരുണാകരൻ നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ കോൺഗ്രസിലെ കുടുംബവാഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. സോണിയാഗാന്ധി അറിയാതെ അവരുടെ പ്രതിനിധിയായി പത്മജിയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റിയ കരുണാകരന്റെ നടപടി രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് പുസ്തകം സമർത്ഥിക്കുന്നു. എന്നാൽ ഈ കള്ളക്കളി സ്വന്തം പാർട്ടിയിലെ മറുവിഭാഗം ഒറ്റിക്കൊടുത്തതോടെ കരുണാകരൻ സോണിയയുടെ കണ്ണിലെ കരടായി മാറി. കെ കരുണാകരനെ പോലുള്ള ഒരു നേതാവിനെ പോലും വിശ്വസിക്കാത്ത മുതിർന്ന നേതാക്കളെ പരസ്പരം ചാരപ്പണി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിയെന്ന് തോമസിന്റെ വരികൾക്കിടയിൽ നിന്ന് വായിക്കാം. കരുണാകരൻ ക്ഷീണിതനായപ്പോൾ വിവരങ്ങൾ ചോർത്തി ആന്റണി പക്ഷത്തിന് നൽകി ആനുകൂല്യങ്ങൾ പറ്റിയെന്ന പത്മജിയുടെ ആരോപണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് എന്നത് വെറും പാരസ്പര ചതിയുടെ കൂടാരമാണെന്ന് വ്യക്തം.
ഇത്രയേറെ അന്തഛിദ്രവും ഗ്രൂപ്പ് വൈരാഗ്യവും നിലനിൽക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ കേരളത്തെ നയിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ വിവാദം ഉയർത്തുന്നത്. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ തിരികെ കയറ്റാൻ ശ്രമിച്ചും ദേശീയ നേതാക്കളെ PV എന്നും മറ്റും പരിഹസിച്ചും നടന്ന നേതാക്കളുടെ കാലം കഴിഞ്ഞുവെന്ന് KV തോമസ് വ്യക്തമാക്കുന്നു. വികസനത്തിന്റെ രാഷ്ട്രീയവും ജനപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് KV തോമസിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ എത്തിയത് കോൺഗ്രസിലെ ഈ ചീഞ്ഞഴുകിയ രാഷ്ട്രീയത്തിൽ മനം മടുത്തിട്ടാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നുണ്ട്.